തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മുക്കോലക്കൽ ശിവരാജ് സമയം മുക്കോലക്കലാണ് ഇന്നലെ ഒരു വീട്ടിൽ ഒരു അപ്പാർട്ട്മെന്റിൽ ശിവം എന്ന അപ്പാർട്ട്മെന്റിൽ വയോധികയെ ഭീഷണിപ്പെടുത്തി സ്വർണം കവർന്നത്. ഇന്നലെ രാവിലെ ഏതാണ്ട് 10:30 സംഭവം. ചന്ദ്ര എന്ന 65 വയസ്സുള്ള സ്ത്രീയെയാണ് വീട്ടിൽ നഗരസഭാ ജീവനക്കാരെന്ന വ്യാജനത്തിൽ 4 പേർ ഭീഷണിപ്പെടുത്തി 10 പവനോളം സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ അപ്പാർട്ട്മെന്റിലാണ് ഇന്നലെ രാവിലെ ഈ അക്രമികൾ മോഷ്ടാക്കൾ എത്തിയത്. എന്നോടൊപ്പം ചന്ദ്രയുടെ മകൻ വിഷ്ണു ചേരുന്നു. വിഷ്ണു ഇന്നലെ വീട്ടിലില്ലായിരുന്നു, അമ്മ മാത്രമുള്ള സമയത്താണ് ഇത്തരം ഒരു മോഷണം നടന്നത്. എന്താണ് ഇന്നലെ സംഭവിച്ചത്? അമ്മ എന്താ പറഞ്ഞത്? രാവിലെ ഒരു 10:30 കഴിഞ്ഞ് 10:40 കൂടിയാണ് ഇത് നടന്നിരിക്കുന്നത്. അതായത് ഒരു സ്ത്രീയും ഒരാണും ഇവിടെ വന്ന് ഡോറിൽ തട്ടുകയോ ബെല്ലടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് അമ്മ പൊതുവേ അറിയാത്തൊരു വന്ന അതിൽ തുറക്കാറില്ല. ഇന്നലെ ഒരു സ്ത്രീ വന്നതുകൊണ്ടും ടാഗൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നഗരസഭയുടെ ടാഗാണോ? അങ്ങനെ തന്നെയാണെന്നാണ് അവർ പറഞ്ഞത്. കോർപ്പറേഷൻ്റെ ഇതാണ്. അപ്പോൾ ജസ്റ്റ് തുറന്നിട്ട് നിങ്ങൾ ഈ വേസ്റ്റ് ഒക്കെ എവിടെ കളയണ രീതിയിലാണ് സംസാരിച്ചത്. അപ്പം അല്ല, ഈ ആദ്യം വന്ന് തട്ടിയവർ ഏകദേശം ഒരു 40-50 ഇടയിൽ ഉള്ള രീതിയിലാണ് അമ്മ പുരുഷൻ സ്ത്രീ. അപ്പോൾ ഈ സ്ത്രീയാണ് സംസാരിച്ചതാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ അമ്മയോട് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ഞങ്ങൾ വാടകയ്ക്കുള്ളവരാണ്, ഇവിടെ നമുക്ക് വലിയ ബന്ധമില്ല, ഇവിടെ ആയിട്ട് നമുക്കൊരു ഇതില്ല, അപ്പോൾ നമ്മൾ ഓണറിൻ്റെ നമ്പർ തരാൻ പറഞ്ഞപ്പോൾ അതേമാതിരി അമ്മ വാതിൽ തിരിച്ചും കുറ്റിയിട്ടിട്ട് മൊബൈൽ എടുത്തിട്ട് ഓണറിൻ്റെ നമ്പർ കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ചെറുതായിട്ട് തുറന്നിട്ടുള്ളൂ. അപ്പോഴും ഫുള്ളായിട്ടൊന്നും തുറന്നിട്ടില്ല. വാതിൽ ചെറുതായിട്ട് തുറന്നപ്പോൾ ഒരു 9 എന്തോ സ്റ്റാർട്ടിംഗ് ആണ് നമ്പർ മൊബൈലിൽ. അത് പറഞ്ഞ് തുടങ്ങുമ്പോഴാണ് ഈ സ്ത്രീയെയും പുരുഷനെയും തട്ടി മാറ്റി ബാക്കിൽ നിന്ന് 2 പേര് കയറി. അതായത് എല്ലാവരും ഒരുമിച്ചാണോ എങ്കിൽ അപ്പോൾ ഇവരും ഒന്നും അതിൽ റിയാക്ട് ചെയ്യണില്ല. അവർ സുഖമായിട്ട് അവർ ബാക്കിൽ നിന്ന് 2 പേര് കയറി ഉള്ളിൽ കയറി അമ്മയുടെ ഈ ചെറുതായിട്ട് തുറന്നിരുന്ന വാതിൽ ഫുള്ളായിട്ട് തള്ളി അകത്ത് കയറി. വള കുറച്ച് ടൈറ്റ് ആയിരുന്നു അമ്മയുടെ കയ്യിൽ. അപ്പോൾ വളയൊക്കെ അത് ഊരാൻ വേണ്ടി ആ 2 പേര് നന്നായിട്ട് ബലം പ്രയോഗിച്ചിട്ടുണ്ട്. അതേമാതിരി ഇവിടെയും ഇങ്ങനെ അടിച്ചിട്ട് മാലയും ഊരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മാല ഇങ്ങനെ വലിച്ചൂരി എന്നാണ് അമ്മ പറയണത്. അമ്മയ്ക്ക് അത്രയ്ക്കും ആ ഷോക്കെന്ന് അറിയാലോ. വലിച്ചൂരി ബലമായിട്ട് തട്ടി. ഇവിടെ അടുത്ത് ബെഡ്റൂമുണ്ട്, ആ ബെഡ്റൂമിൽ തട്ടിയിട്ടിട്ട് അവർ പോവാണ് ചെയ്തത്. അപ്പം അമ്മ ഒച്ചമകളൊക്കെ ഉണ്ടാക്കി, ഭയങ്കരമായിട്ട് ഒച്ചമകളൊക്കെ ഉണ്ട്. തൊട്ടടുത്ത് ഈ ഫ്ലാറ്റിലൊന്നും ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ വരുമ്പോഴേക്കും അവർ പോയി കഴിഞ്ഞു. എന്നിട്ട് ഇവിടുത്തെ ആൾ തന്നെയാണ് എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജോലിക്ക് പോയിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ തന്നെ ഞാൻ ഓടി വന്നു. പോലീസും കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസും ഒപ്പം വന്നു. ഇങ്ങനെയാണ് സംഭവിച്ചത്. അതിൽ അമ്മ പറഞ്ഞത് ആ 2 പേര് ഇവരെ തട്ടിമാറ്റി 2 പേര് ഉള്ളിലേക്ക് കയറി വന്നല്ലോ. ആ 2 പേര് ഒരു 3 ദിവസം മുമ്പ്, അതായത് ചൊവ്വാഴ്ചയും ഇതേമാതിരി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ 2 പേര് ആദ്യം വന്നവരല്ല, നേരത്തെ തള്ളിക്കയറി വന്നവർ. ഇത് മോഷിച്ച് പോയവർ, അതായത് ഇവരെ കൂട്ടത്തിൽ കയറി വന്നല്ലോ. അമ്മയെ വന്ന് വാളയും ഇതൊക്കെ. അപ്പോൾ അവരൊക്കെ വന്നിട്ട് ആ കൂട്ടത്തിൽ വന്ന 2 പേര് വന്നപ്പോൾ അമ്മ അന്ന് വാതിൽ തുറന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേമാതിരി തന്നെ അപരിചിതന്മാർ വന്നാൽ നമ്മളിപ്പോൾ ന്യൂസൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, അതേമാതിരി നമ്മൾ തുറന്നില്ല. അപ്പോൾ അവർ തന്നെയാണ് ഇന്നലെ ഇവർ മുഖേന വന്ന് ചെറുതായിട്ട് വാതിൽ തുറന്ന് ഉള്ളിൽ കയറി ചെയ്തതെന്നാണ് അമ്മ ഉറപ്പായിട്ട് പറയുന്നത്. അവർ തന്നെയാണ് അന്ന് ചൊവ്വാഴ്ച വന്നവർ തന്നെയാണ്, അത് ഉറപ്പാണ്. പോലീസിനെ അയാളെ ഐഡന്റിഫൈ എന്തെങ്കിലും അമ്മയുടെ ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ CCTV അവർ അടുത്തുള്ള പോലീസ് നോക്കുന്നുണ്ട്. ഫോർട്ട് പോലീസ് സ്റ്റേഷൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ CCTV ഇല്ല, ഈ ഫ്ലാറ്റ് CCTV ഇല്ല. എന്നാലും അമ്പലത്തിലത്തെയും അടുത്തലത്തെയും കടകളത്തെയും ഒക്കെ അവർ നോക്കുന്നുണ്ട്. പോലീസുകാർ നല്ല സപ്പോർട്ട് തന്നെയാണ് തന്നുകൊണ്ടിരിക്കുകയാണ്. അവർ തീർച്ചയായും ധൈര്യമായിട്ടിരിക്കും, കണ്ടുപിടിച്ച് തരാം. പിന്നെ അവരുടെ പോലീസിൻ്റെ നമ്പറൊക്കെ അവർ തന്നിട്ടുണ്ട്. അവർ നല്ല സപ്പോർട്ടിൽ തന്നെയാണ് അവർ ഇതുവരെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ ചെയ്തു തരാം, സമായിട്ട് ഇരിക്കും, ഞങ്ങൾ വിവരങ്ങൾ പറയാം എന്നാണ് അവർ പറഞ്ഞത്. ഇന്നലെ അമ്മ പുറത്ത് അമ്പലത്തിലൊക്കെ പോകുന്ന ആളാണ്. അമ്മ അങ്ങനെ പൊതുവെ ഒറ്റയ്ക്ക് പോകാറില്ല, ഞാനും അമ്മയെ തന്നെയാണ് പോവാറ്. നമ്മളിവിടെ അടുത്ത് മുക്കോലിക്കൽ ക്ഷേത്രമൊക്കെ ഉണ്ട്. ഐഡന്റിഫൈ ചെയ്ത് വരാനുള്ള കാരണം അതാണ്. അതായത് മുക്കോലിക്കൽ ഭഗവതി അമ്പലത്തിലേക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളിയാഴ്ചകളൊക്കെ ഇന്നലെ കണ്ടുപരിചയമുള്ള ആളുകളല്ല അല്ലേ? കണ്ടുപരിചയമുള്ള ആളെന്ന് വെച്ചാൽ ഈ 2 പേര് ചൊവ്വാഴ്ച അന്നത്തെ പരിചയം, അതായത് ഈ വന്ന അപരിചിതന്മാർ തന്നെയാണ്. ഈ വന്നവർ ആരെയും നമുക്കറിയില്ല. പക്ഷേ ഈ വന്നവർ ചൊവ്വാഴ്ച വന്നിട്ടുണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. ആ രീതി. പിന്നെ നമ്മളറിയാലോ, നമ്മളിവിടെ വാടകയ്ക്കുള്ളവരാണ്. ഞങ്ങൾ ശരിക്കും സ്വദേശം തൃശ്ശൂരാണ്. ഞങ്ങൾ വാടകയ്ക്കുള്ളവരാണ് ഇവിടെ. അപ്പം നമുക്കും നാട്ടുകാരും പൊതുവെ മൊത്തത്തിൽ അങ്ങനെ എല്ലാവരെയും അറിയാനായിട്ടില്ല. എന്നിരുന്നാലും എല്ലാവരും ഈ വന്നവർ 4 പേരും പരിചയമില്ലാത്തവരാണ്. പക്ഷേ 2 പേരും അന്ന് വന്നവരാണെന്നാണ് നമ്മൾ നിർബന്ധം ഉറപ്പായിട്ട് പറയണത്. ഈ വേസ്റ്റും കോർപ്പറേഷനും എന്നൊക്കെ ഉള്ള രീതിയിൽ തട്ടിപ്പ് തന്നെയാണ് അവർ പറയണത്. കോർപ്പറേഷൻ TC നമ്പറൊക്കെ അതായത് നമ്മളൊക്കെ ഇതായിട്ടൊരു ബന്ധം, ഞാൻ പറഞ്ഞില്ലേ, ഓണർ നമ്മൾ റെന്റിലായതുകൊണ്ട് നമ്മളിതായിട്ടൊരു ബന്ധം നമ്മൾ നോക്കണില്ല. എല്ലാം ഓണർ വേസ്റ്റ് എടുക്കാൻ ആൾ സാധനം വരാറുണ്ടോ ഇവിടെ? അങ്ങനെ വേസ്റ്റ് എടുക്കാൻ ഇവിടെ നടക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, നമ്മൾ ഇതാക്കുന്നുണ്ട്. പക്ഷേ ഈ വേസ്റ്റും ഇതും പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ തട്ടിപ്പും ഇതൊക്കെ. ഈ ടീമല്ല, അത് വേറെ. അതെ ഇതൊക്കെ വരുന്നുണ്ട്, വേസ്റ്റിൻ്റെ ഇതൊക്കെ വരുന്നുണ്ട്.
ഇതാണ് സംഭവിച്ചത്. 65 വയസ്സുള്ള സ്ത്രീ അവരുടെ വീട്ടിൽ ആരുമില്ലാത്തപ്പോൾ ഇങ്ങനെ ഈ ഫ്ലാറ്റിൽ തൊട്ടടുത്ത് ഈ അപ്പാർട്ട്മെൻറ്റിൽ തൊട്ടടുത്ത് ഒരു ചുവരിൻ്റെ അപ്പുറത്ത് മറ്റൊരു അപ്പാർട്ട്മെൻറ്റ് ഒരു ഫ്ലാറ്റുണ്ട്, ആളുകൾ താമസിക്കുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് അത്രയധികം ആളുകൾ ഉണ്ടായിട്ട് പോലും ഇങ്ങനെ വന്ന് ഒരു അക്രമം മോഷണം നടത്തിയതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അപ്പാർട്ട്മെൻറ്റ് 2ാം നിലയിലാണ് ചന്ദ്രയുടെ അവർ താമസിക്കുന്ന ഫ്ലാറ്റ്. അവിടെയാണ് ഈ രീതിയിൽ വന്ന് ഒരു മോഷണം നടത്തിയിരിക്കുന്നത്. തൊട്ട് താഴെയുമൊക്കെ ആളുകളുണ്ട്. ഈ അടുത്ത് മാത്രമല്ല തൊട്ട് താഴെയുമൊക്കെ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. വളരെ പ്രധാനപ്പെട്ട ജനവാസ മേഖലയാണ്. തൊട്ടടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം, തിരുവനന്തപുരത്തിലെ ഏറ്റവും പഴക്കം ക്ഷേത്രങ്ങളുണ്ടായ മുക്കോലക്കൽ ക്ഷേത്രമുണ്ട്. ഈ നിരവധി ആളുകളുള്ള സ്ഥലം ഫോർട്ട് പോലീസ് സ്റ്റേഷൻ ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള സ്ഥലമാണ്. തൊട്ട് താഴെയുള്ള ഫ്ലാറ്റുകൾ നമ്മൾ കാണുന്നത്. ഇങ്ങനെ ഇത് 1ാം നിലയാണ്. ഇവിടെ നിന്ന് 2ാം നിലയിലേക്ക് എത്തിയാണ് ഈ ഫ്ലാറ്റിൽ വന്ന് അവരെ ആക്രമിച്ച്, അതും നഗരസഭാ ജീവനക്കാർ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാവുന്ന വ്യാജേന വന്ന് നഗരസഭ ജീവനക്കാർ അവരൊരു ടാഗൊക്കെ ഇട്ടിരുന്നു. അതെന്താണിത്? ഇതിൻ്റെ ബേസ് ഫ്ലോറാണ്, ഗ്രൗണ്ട് ഫ്ലോറാണ്. ഇത്രയധികം ഇവിടുന്ന് നേരെ പുറത്തിറങ്ങിയാൽ ഒരു പ്രധാനപ്പെട്ട റോഡാണ്, തൊട്ടപ്പുറത്ത് ക്ഷേത്രമുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു ജനവാസ മേഖല. അവിടെയാണ് ഇത്തരത്തിലൊരു പട്ടാപ്പകൽ ഒരു കൊള്ള നടന്നിരിക്കുന്നത്. സ്വർണത്തിന് വലിയ വില കൂടുന്നു. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളടക്കമുള്ളവർ അക്ഷരാർത്ഥത്തിൽ ആശങ്കയിലാണ്. ആ ആശങ്കകൾ ശരിവയ്ക്കുന്നത് ഈ ഭാഗത്തൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിൽ വലിയ മോഷണം, തുടർച്ചയായ മോഷണം ഈ ഭാഗത്തൊക്കെ നടന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഈ അപ്പാർട്ട്മെൻറ്റിൽ ഇത്തരത്തിൽ ഈ സ്ത്രീയെ ആക്രമിച്ച് 2ാം നിലയാണ് നമ്മൾ കാണുന്നത്. ഇതുപോലൊരു അപ്പാർട്ട്മെൻറ്റിൽ ഇത്തരത്തിലൊരു ശ്രീ ശിവം റെസിഡൻസി, അവിടെ ആ സ്ത്രീയെ ആക്രമിച്ച് സ്വർണം കവർന്നിരിക്കുന്നത്. ബലപ്രയോഗത്തിനോടുകൂടി മാലയും വളയും ഊരി വാങ്ങുകയായിരുന്നു. അതിനുശേഷം അവരെ മർദ്ദിച്ച് റൂമിൽ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. തൊട്ടു പിന്നാലെ സ്വാഭാവിക 65 വയസ്സുള്ള ഒരു വൃദ്ധ ഇത്തരം സംഭവം വരുമ്പോൾ പകച്ചു പോകും, ഭയന്ന് പോകും. അവർ തൊട്ടടുത്ത ആൾക്കാർ അറിയിക്കുമ്പോഴേക്കും ഇവിടെ നിന്ന് ഈ പ്രതികൾ ഇറങ്ങി പോയിട്ടുമുണ്ട്. ഈ കൊള്ളക്കാർ ഇവിടെ അല്ലെങ്കിൽ കള്ളന്മാർ ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുമുണ്ട്. തൊട്ടടുത്ത് ഒരു സ്ഥാപനവുമൊക്കെ ഉണ്ട്, അവിടെയുമൊക്കെ ആളുകളുണ്ട്. എപ്പോഴും ജനവാസ മേഖലയാണ്, ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്. അവിടെയാണ് ഇത്തരത്തിൽ പട്ടാപ്പകൽ പോലും ഒരു മോഷണം നടന്നിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ആശങ്കയുണ്ടാക്കുന്ന തരത്തിലുള്ള, പ്രത്യേകിച്ചും സ്ത്രീകൾ, പ്രായമായവർ ഒക്കെ ഉള്ള വീടുകളിലുള്ള ആളുകളെ, കുടുംബങ്ങളെയൊക്കെ അസ്വസ്ഥമാക്കുന്ന, ആശങ്കപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു കൊള്ളയാണ് ഇന്നലെ ഇവിടെ ഈ മുക്കോലക്കൽ നടന്നിരിക്കുന്നത്.